ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് HSST ആണ്. HSST കൊമേഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം HSST എന്ന് പറയുന്ന എക്സാം വരാൻ പോവാണ്, ഈ അടുത്ത് തന്നെ വരാൻ പോവാണ്. സോ HSSTയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്നത്. മറ്റ് ഉള്ള സബ്ജക്റ്റ് പോലെയല്ല. നിങ്ങൾ നേരത്തെയൊക്കെ മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ കൂടെ പഠിക്കുന്നുണ്ടാവാം. ഈ യൂട്യൂബ് ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും തന്നെ മറ്റുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ചിലപ്പോൾ 2-3 വർഷം മുമ്പേ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, തുടങ്ങിയിട്ടുണ്ടാവാം. എന്നാൽ ഇൻകം ടാക്സിൻ്റെയും GSTയുടെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ബജറ്റ് വരുമ്പോഴത്തേക്കും ചില മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് GSTയുടെ കേസിലാണെങ്കിൽ എപ്പോഴാണോ അതിൻ്റെ GST കൗൺസിലിലെ മീറ്റിംഗ് കൂടുന്നത്, ആ മീറ്റിംഗ് കൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ എനിവേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയിലുള്ള ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന സബ്ജക്റ്റിലെ GSTയിലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആൻഡ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. നമുക്കറിയാം 3 ടൈപ്പ് രജിസ്റ്റർ അല്ലെങ്കിൽ ലെഡ്ജർ ആണ് ഉള്ളത്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ട്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഉണ്ട്, ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒരു GSTയുടെ ഒരു ഡീലർ, ഒരു കച്ചവടക്കാരൻ, ഒരു ഡീലറായിട്ടുള്ള വ്യക്തി, രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി മെയിൻറ്റെയിൻ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ രീതിയിലുള്ള ഒരു ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇവരെന്ത് ചെയ്യേണ്ട, ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പോലെ കീപ്പ് ചെയ്യേണ്ട കാര്യമല്ല ഇത്. സത്യത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? GSTയുടെ അതോറിറ്റി തന്നെയാണ്. അതായത് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു GST പോർട്ടൽ ഉണ്ടാവും. ആ പോർട്ടലിൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന 3 കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഈ 3 കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം, അതായത് എൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളെല്ലാം റിട്ടേൺ എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് ഡീലർക്കാണ്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരായിരിക്കും? അത് GSTയുടെ അതോറിറ്റി ആയിരിക്കും. സോ എനിവേ, ഇത് 3 എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, സോ എനിവേ നമ്മളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനെ പറ്റിയുള്ള ക്ലാസ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അല്ല, ക്യാഷ് ലെഡ്ജറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചു, 1,00,000 രൂപക്കാണ് ആ പ്രൊഡക്റ്റ് മേടിച്ചത്. ആ പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ ഞാൻ അതിന്മേൽ 20,000 റുപ്പീസ് ടാക്സ് അടച്ചു. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ര പോയി? 20,000 ടാക്സ് പോയി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു? വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് 1,50,000 രൂപക്കാണ് ഞാൻ വിറ്റത്. എനിക്കതുമേൽ 30,000 GST കളക്ട് ചെയ്ത് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ മാസം എന്താ ചെയ്യേണ്ടത്? ആ 10,000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് GST പോയി, 15,000 രൂപ GST എനിക്ക് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? 15,000 നേരെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട, എന്ത് ചെയ്താൽ മതി? 10,000 രൂപ ക്രെഡിറ്റ് ചെയ്തെടുത്തിട്ട് 5,000 മാത്രം ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ആ 10,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്തെടുക്കണം. അത് ക്രെഡിറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഈ പ്രൊഡക്റ്റ് 1,00,000 രൂപക്ക് മേടിച്ചത് ഫോർ എക്സാമ്പിൾ വേറൊരു ഡീലറിൻ്റെ അടുത്തു നിന്നായിരിക്കുമല്ലോ, അല്ലേ? ഒരു എക്സ് എന്ന് പറയുന്നൊരു ഡീലറിൻ്റെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചു. അപ്പോൾ ആ എക്സ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തത്? ടാക്സ് കളക്ട് ചെയ്ത്. എക്സ് എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ടാക്സ് കളക്ട് ചെയ്തു. അപ്പോൾ എക്സ് എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് എന്ത് ചെയ്യും? റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. എക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഓഗസ്റ്റ് മാസമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഞാൻ എക്സിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ ഞാൻ 10,000 രൂപ GST കൊടുത്തത്. അപ്പോൾ എക്സ് എന്ത് ചെയ്യും? ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം എന്ത് ചെയ്യും? സെപ്റ്റംബർ 11-ാം തീയതിക്കുള്ളിൽ അദ്ദേഹം റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. ഞാൻ ഇന്ന ആളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് 10,000 രൂപ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. ഈ മെസ്സേജ് ആർക്ക് വരും? എനിക്ക് വരും.
കാരണം എൻ്റെ GSTIN നമ്പർ, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കൊരു മെസ്സേജ് വരാണ്, GSTR1 എന്ന് പറയുന്ന ഇത് അദ്ദേഹം സബ്മിറ്റ് ചെയ്തപ്പോൾ GSTR2A എന്ന് പറയുന്ന ഒരു ഇതിൽ ആയിട്ട് എനിക്ക് മെസ്സേജ് വരാണ്. ആ മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്യണമെന്ന് 15-ാം തീയതിക്കുള്ളിൽ വെരിഫൈ ചെയ്യണം. സെപ്റ്റംബർ 15-ാം തീയതിക്കുള്ളിൽ എനിക്ക് കിട്ടി, തൊട്ട് ആ 15-ാം തീയതിക്കുള്ളിൽ 4-5 ദിവസത്തിനുള്ളിൽ ഞാൻ വെരിഫൈ ചെയ്യണം. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എന്ത് സബ്മിറ്റായി? ഞാൻ ഇൻപുട്ട് ടാക്സ് 10,000 അടച്ചതിന് തെളിവായി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്തതിനും തെളിവായി. അങ്ങനെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. സോ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് കിട്ടാനുണ്ട്? 10,000 രൂപ ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനുണ്ടല്ലോ. ഓക്കെ, 10,000 ഞാൻ അടച്ചതിന് തെളിവായല്ലോ. ഇനി ആ മാസം തന്നെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കയ്യിലിരുന്ന അതേ ഗുഡ്സ് തന്നെ മറ്റൊരാൾക്ക് മറച്ച് വിറ്റപ്പോൾ അദ്ദേഹം എനിക്ക് ടാക്സ് തന്നു 15,000. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ മറ്റേ ആളുടെ പേരിൽ എന്ത് ചെയ്യുന്നു? GSTയുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 15,000 രൂപ GST കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കണക്ക് അവതരിപ്പിക്കുന്നു. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഞാൻ എന്ത് കളക്ട് ചെയ്തതിൻ്റെ തെളിവായി? ഔട്ട്പുട്ട് ടാക്സ് 15,000 കളക്ട് ചെയ്തതിൻ്റെയും 10,000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് പോയതിൻ്റെയും തെളിവായി. ഇനി 15,000 കളക്ട് ചെയ്ത് നേരെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണോ? വേണ്ട. എനിക്ക് ഗവൺമെൻറ് അടുത്ത് പറയാലോ, ഈ 10,000 രൂപ എനിക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനുണ്ട്, സോ അതെനിക്ക് ക്രെഡിറ്റ് ചെയ്തെടുക്കാം. സോ ഇത് ക്രെഡിറ്റ് ചെയ്തു. എത്ര ക്രെഡിറ്റ് ചെയ്തു? 15,000-ൽ നിന്ന് 10,000 ക്രെഡിറ്റ് ചെയ്തു. ബാക്കി 1,500 ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. ഇതെങ്ങനെ അടയ്ക്കും? അപ്പോൾ ഇത് ക്രെഡിറ്റ് ചെയ്ത സിസ്റ്റമാണത്. ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ് ഇപ്പോൾ പരിപാടികളെല്ലാം നടക്കുന്നത്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ്. ഇനി ബാക്കി 5,000 ഞാൻ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യാനുണ്ട്? അടയ്ക്കാനുണ്ടല്ലോ. ഇതെങ്ങനെ അടയ്ക്കുക? പണ്ട് കാലഘട്ടങ്ങളിൽ അടച്ചുകൂട്ടുന്നത് നമ്മൾ ട്രഷറിയിലേക്ക് പോകുന്ന പൈസയായിട്ട് അടയ്ക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു വാലറ്റ് ഉണ്ട്. ആ വാലറ്റിൽ നമ്മൾ പൈസ നിക്ഷേപിക്കണം. നിങ്ങളെല്ലാവരും, മിക്ക ആളുകളൊക്കെ Paytm പോലുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ Paytm യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കാറിനൊക്കെ ഫാസ്റ്റാഗ് എടുത്തിട്ടുണ്ടാവില്ലേ? എന്താ ചെയ്യുക? ഫാസ്റ്റാഗ് എന്താ ചെയ്യുക? നമ്മൾ ഫാസ്റ്റാഗിലേക്ക് ഒരു 100, 200, 300 പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ NH വഴി പാസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പൈസ ഡിഡക്ട് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും അതിലേക്ക് പൈസ നിറയ്ക്കണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് വാലറ്റ്. അതൊരു വാലറ്റ് പോലെയാണ്, അല്ലേ? Paytm അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയുള്ളൊരു സ്കീമാണെന്ത്? GSTയുടെ. നിങ്ങൾ GST അടയ്ക്കണമെങ്കിൽ ഓൺലൈനായിട്ട് GSTയുടെ അതോറിറ്റിയിലേക്ക് പൈസ അയക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ തന്നെ വാലറ്റ് ഒരു റെക്കഗ്നൈസ്ഡ് ബാങ്കുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് ഒരു വാലറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ആ ലെഡ്ജറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പണം നിക്ഷേപിക്കണം. പണം നിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് ആ പൈസയിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ടാക്സ് എടുത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ കണ്ടെയ്ൻസ് എ സമ്മറി ഓഫ് ഓൾ ദ ഡെപ്പോസിറ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ടാക്സ് പെയർ. ഞാൻ അടയ്ക്കുന്ന പേയ്മെന്റിന്റെ എല്ലാ സമ്മറി എവിടെ കിട്ടും? ക്യാഷ് ലെഡ്ജറിൽ കിട്ടും. ഇൻ ദ ലെഡ്ജർ ഇൻഫോർമേഷൻ ഈസ് കെപ്റ്റ് മൈനർ ഹെഡ് വൈസ് ഫോർ ഈച്ച് മേജർ ഹെഡ്. അവിടെ 4 മേജർ ഹെഡുകളുണ്ട്. ആ 4 മേജർ ഹെഡിനും 5 മൈനർ ഹെഡ് വെച്ചിട്ടുണ്ട്. എത്ര ഹെഡ് ഉണ്ട്? 4 മേജർ ഹെഡ് ഉണ്ട്. ഓരോ മേജർ ഹെഡിൻ്റെ അടിയിലും 5 മൈനർ ഹെഡുകൾ വെച്ച് ഈച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഫോർ കൺവീനിയൻസ് ഓഫ് യൂസർ ദ ലെഡ്ജർ ഈസ് ഡിസ്പ്ലേഡ് മേജർ ഹെഡ് വൈസ്, ദാറ്റ് ഈസ് IGST, CGST, SGST ഓർ UTGST ആൻഡ് സെസ്. അപ്പോൾ ഏതൊക്കെയാണ് മേജർ ഹെഡ്? ഏതൊക്കെയാണ്? IGST ഉണ്ട്, CGST ഉണ്ട്, SGST ഓർ UTGST. നിങ്ങൾ റിസൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ബിസിനസ് ഉള്ളത് ഒരു സ്റ്റേറ്റിലാണെങ്കിൽ SGST ആയിരിക്കും, യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ UTGST ആയിരിക്കും. സോ എനിവേ ഏതാണ്? IGST, CGST, SGST ഓർ UTGST, സെസ്. ഇങ്ങനെ 4 മേജർ ഹെഡ് ഉണ്ട്. ഈച്ച് മേജർ ഹെഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 മൈനർ ഹെഡ്. ഓരോ മേജർ ഹെഡിനും എന്തുണ്ട്? 5 മൈനർ ഹെഡുകൾ വെച്ചിട്ടുണ്ട്. ആ മൈനർ ഹെഡുകളുടെ പേരെന്തൊക്കെയാണ്? ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീ ആൻഡ് അതേഴ്സ്. അതാണ് 5 അപ്പോൾ IGST എന്ന് പറയുന്ന മേജർ ഹെഡിൻ്റെ അടിയിൽ 5 മൈനർ ഹെഡ്. ഏതൊക്കെയാണ് മൈനർ ഹെഡ്? ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീ ആൻഡ് അതേഴ്സ്. CGSTയുടെ അണ്ടറിലും 5 മൈനർ ഹെഡ്, സെയിം തന്നെ, ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീ ആൻഡ്. അങ്ങനെ 4 മേജർ ഹെഡിൻ്റെ താഴെയും 5 മൈനർ ഹെഡ് വെച്ചുണ്ടാവും. ഓക്കെ, സോ ഇതാണെന്ത്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ 4 വലിയ കള്ളികളുണ്ട്. ഓരോ വലിയ കള്ളികളിലും ചെറിയ 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 കള്ളികൾ വേറെയുമുണ്ട്, സബ് അറകളുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പൈസ നിക്ഷേപിക്കേണ്ടത്. ഓക്കെ,
So a registered taxpayer can make cash deposit in the recognized bank through the prescribed mode to the electronic cash ledger. ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പണം നിക്ഷേപിക്കണം. ആ നിക്ഷേപിച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടാക്സും പെനാൽറ്റി ഫീസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അടയ്ക്കുന്നത്. ഓക്കെ. ലെഡ്ജർ യൂസിങ് എനി ഓഫ് ദ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് പൈസ നിക്ഷേപിക്കുന്നത് എങ്ങനെയൊക്കെ നിക്ഷേപിക്കാം? ഓൺലൈനായിട്ട് പൈസ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നിക്ഷേപിക്കാം. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ആണെങ്കിലാണ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടുള്ള ഇതിൽ പൈസ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. അത് റെക്കഗ്നൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ഇതിലേക്ക് പൈസ ഇടാം. 10,000 രൂപ താഴെയാണെങ്കിൽ. 10,000 രൂപക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈൻ ചെയ്യണം. പിന്നെ 10,000 താഴെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് ചെയ്യാം. എന്തും ഓൺലൈനായിട്ട് ചെയ്യാം. ഓഫ്ലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയിൽ താഴെ ആയിരിക്കണം. ഓക്കെ. ദ ക്യാഷ് ഡെപ്പോസിറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് പേയ്മെന്റ്സ്. ഈ പൈസ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പേയ്മെന്റ്സ് ലൈക്ക് ടാക്സ് ലയബിലിറ്റി, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ഫീ ആൻഡ് അതേഴ്സ്. നിങ്ങൾ ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ഇട്ടിരിക്കുന്ന പൈസ അത് GSTയുമായി ബന്ധപ്പെട്ട ടാക്സ് ലയബിലിറ്റിയും ഇൻട്രസ്റ്റും പെനാൽറ്റി ഫീ അതേഴ്സ് ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഫാസ്ടാഗ് എന്ന് പറയുന്ന പർപ്പസിലേക്ക് വേണ്ടിയിട്ട് ഒരു 300-200 രൂപ ഫാസ്ടാഗിലേക്ക് നിക്ഷേപിച്ചാൽ അതെന്തിനാ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഫാസ്ടാഗിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വേറെ ഏതെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ പൈസ ഈ പറഞ്ഞ ക്യാഷ് ലെഡ്ജറിലേക്ക് ഈ പറഞ്ഞ ഓരോ ഹെഡിലേക്കും നിങ്ങൾ പൈസ നിക്ഷേപിച്ചാൽ അത് എന്തിനു മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു GSTയുടെ ഈ പറഞ്ഞ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ മറ്റൊരു പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റത്തുമില്ല. ഇനി നിങ്ങൾ ഈ ഇതിലേക്ക് നിക്ഷേപിച്ച പൈസ എക്സ്ട്രാ കുറച്ച് അധികം അവിടെ കിടക്കാണ്, അത് റീഫണ്ടും ചെയ്ത് കിട്ടില്ല. അത് അങ്ങനെ തന്നെ കിടക്കും. അടുത്ത മാസം ടാക്സ് പേ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്ത് പേ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് പൈസ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയും കണ്ട് നിക്ഷേപിക്കണം. എക്സസ് എമൗണ്ട് നിക്ഷേപിക്കാതിരിക്കുക. നമ്മളുടെ ലയബിലിറ്റി എത്രയാണ്, ആ ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് പൈസ നിക്ഷേപിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അത് ഡെഡ് മണിയായിട്ട് അവിടെ കിടക്കും. ഓക്കെ. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഹൗ ക്യാൻ ദ ക്യാഷ് അവൈലബിൾ ഇൻ ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ബി യൂട്ടിലൈസ്ഡ്? ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന പൈസ എങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്? സോ ഇവിടെ നോക്കുക. ഇവിടെ 4 മേജർ ഹെഡുകളുണ്ട്. ഏതൊക്കെയാണ്? IGST, CGST, SGST ഓർ UTGST, സെസ്. ഇങ്ങനെ 4 മേജർ ഹെഡുകളാണുള്ളത്. ഓരോ മേജർ ഹെഡിലും 5 മൈനർ ഹെഡ് ഉണ്ട്. ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീസ്, അതേഴ്സ്. ഇവിടെ CGSTയിലും ഉണ്ട് 5 എണ്ണം. SGST ഓർ UTGSTയിലും 5 എണ്ണം ഉണ്ട്. സെസ്സിലും ഉണ്ട്. ഇങ്ങനെ ഓരോന്നിലും എന്തുണ്ട്? 5 മൈനർ ഹെഡുകൾ വച്ചുണ്ട്. ക്ലിയർ ആയാലും ഇങ്ങനെയാണ് എന്തിരിക്കുന്നത്? അതിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഇരിക്കുന്ന മേജർ ഹെഡും മൈനർ ഹെഡ് വൈസും ഇരിക്കുന്നത്. സോ ഹിയർ ഇവിടെ നോക്കാം. ഹൗ ക്യാൻ ദ ക്യാഷ് അവൈലബിൾ ഇൻ ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ബി യൂട്ടിലൈസ്ഡ്? ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന പണം എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ പറയുകയാണെങ്കിൽ ഈ IGST എന്ന് പറയുന്ന ഹെഡിലെ ടാക്സ് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 1000 രൂപ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിലേക്കും ഒരു 1000 രൂപ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. പെനാൽറ്റിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 500 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഫീസിലേക്കും ഒരു 500. ദെൻ അതേഴ്സിലേക്ക് നിങ്ങൾ ഒരു 500 നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെ CGST എന്ന് പറയുന്ന ഹെഡിലെ ടാക്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 500 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 500, പെനാൽറ്റി 500, ഫീസ് 500, അതേഴ്സ് 100. ഇങ്ങനെയാണെന്ന് വിചാരിക്കും. സോ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തെന്ന് പൈസ നിക്ഷേപിച്ച് വച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ഇതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യണത്? ഇവിടെ നോക്കാം. The amount available in the electronic cash ledger can be utilized for payment of any liability for the respective major head and minor head. The amount available in the electronic cash ledger. Electronic cash ledger le കിടക്കുന്ന പണം can be utilized for payment of any liability for the respective major and minor head. നിങ്ങൾക്ക് അതായത് മൈനർ ഹെഡിലെ മേജർ ഹെഡിലെ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? യൂസ് ചെയ്യാം. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? amount available under one major head, SGST, UTGST, cess, IGST, cess cannot be utilized for discharging the liability under any other major head. ഒരു മേജർ ഹെഡിലെ പൈസ മറ്റൊരു മേജർ ഹെഡിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, amount available in SGST or UTGST cannot be utilized for discharging liability under CGST, IGST or cess vice versa. അപ്പം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെ IGSTയിൽ ഒരു 1000 രൂപ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്.
SGST or UTGST ഞാനൊരു 500 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിൽ ഇവിടെയും ഒരു 1000 കിടപ്പുണ്ട്, ഇവിടെ ഇൻട്രസ്റ്റിൽ ഒരു 500 കിടക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പൈസ നിക്ഷേപിച്ചിരിക്കാൻ എനിക്ക് അവിടെ ക്രെഡിറ്റ് ആയിട്ട് അവിടെ പൈസ കിടപ്പുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിലേക്ക് ഞാൻ ടാക്സ് അടയ്ക്കാനുണ്ട്. ഗവൺമെൻറ്റിലേക്ക് ഞാൻ ടാക്സ് അടയ്ക്കാനുള്ള ടാക്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ അടയ്ക്കേണ്ട ടാക്സ് IGST ഞാൻ അടയ്ക്കേണ്ടത് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് 4000 റുപ്പീസ് അടയ്ക്കാനുണ്ട്. എത്ര അടയ്ക്കാനുണ്ട്? 4000 രൂപ അടയ്ക്കാനുണ്ട്. അപ്പോൾ IGSTയുടെ ടാക്സ് എന്ന് പറയുന്നതിൽ ഞാൻ എത്രയും നിക്ഷേപിച്ചിട്ടുള്ളൂ? 1000 രൂപയാണ് അവിടെ പൈസ ഉള്ളൂ. 4000 ഞാൻ അടയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണ്ടേ? SGSTയിൽ ഇത് ഇവിടെ ഒരു 500 കിടപ്പുണ്ടല്ലോ. ഈ 500 എടുത്ത് എനിക്ക് IGST അടയ്ക്കാൻ പറ്റുമോ? ഒരേ ഇതിലാണ്, ക്യാഷ് ലെഡ്ജറിലാണ് പൈസ കിടക്കുന്നത്. ഇത് വേറെ ഹെഡും ഇത് വേറെ ഹെഡുമാണ് അല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ 500 എടുത്ത് ഇവിടെ IGSTയിലേക്ക് പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നെ വേറൊരു 3000 രൂപ കൂടി എന്ത് ചെയ്യണം? നിക്ഷേപിക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡിലേക്കുള്ള പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതേ ഹെഡിൽ നിന്ന് തന്നെ പൈസ എടുക്കണം. വേറെ ഹെഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പൈസ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ ഹെഡിലെ പൈസ ഇങ്ങോട്ടും ഇതിൽ അങ്ങോട്ടും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? പൈസ എടുക്കാൻ പറ്റില്ല. ഇനി വേറെ കാര്യം, അപ്പോഴാണ് ഇവിടെ പൈസ കണ്ടത്. ഇതേ ഇവിടെ കിടക്കുന്നു. IGSTയിൽ ഇൻട്രസ്റ്റിൽ ഒരു 1000 രൂപ കിടപ്പുണ്ട്. എനിക്ക് ഈ മാസം ഇൻട്രസ്റ്റ് അടയ്ക്കാനൊന്നുമില്ല. പൈസ ഇവിടെ വേറെ കിടപ്പുണ്ടല്ലോ, 1000 കിടപ്പുണ്ടല്ലോ. അന്ന് ഇതിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കാലോ. 4000 കൊടുക്കാനുണ്ട്, ഒരു 1000 ഇവിടെ കിടപ്പുണ്ട്, 1000 ഇൻട്രസ്റ്റിൽ നിന്ന് എടുക്കാം. ഓക്കെ, അതും പറ്റുമോ? പറ്റില്ല. ടാക്സ് അടയ്ക്കാനുള്ളത് ടാക്സിലേക്ക് തന്നെ നിക്ഷേപിക്കണം. ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ളത് ഇൻട്രസ്റ്റ്, പെനാൽറ്റി അതാത് മൈനർ ഹെഡുകളിൽ വേറെ വേറെ, അതാത് മേജർ ഹെഡിൽ വേറെ. അതായത് ഇതാണ് മേജർ ഹെഡ്. ഈ മേജർ ഹെഡിൽ 5 മൈനർ ഹെഡ് ഉണ്ട്. ഓരോ ഹെഡിലേക്ക് നമ്മൾ പൈസ നിക്ഷേപിച്ചാൽ അതേഴ്സിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ച പൈസ അതേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫീസിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ച പൈസ ഫീസിന് വേണ്ടിയിട്ട്, പെനാൽറ്റിക്ക് വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റിന് വേണ്ടി, ടാക്സിന് വേണ്ടി. അല്ലാതെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പൈസ സ്വാപ്പ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ ആയല്ലോ? എങ്ങനെയും പറ്റില്ല, ഇങ്ങനെയും പറ്റില്ല, ഇങ്ങനെയും പറ്റില്ല. ക്രോസ് ഇങ്ങനെയൊന്നും പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെയോ അങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിലെ പൈസ ഇതിൽ മാത്രം, ഇതിലെ പൈസ ഇതിൽ മാത്രം, ഇതിലെ പൈസ ഇതിൽ മാത്രം. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇത് വൈസായിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൈസ ഓരോ സ്ഥലത്ത് അനാവശ്യമായിട്ട് നിക്ഷേപിച്ച് വയ്ക്കരുത്. നമ്മൾ പൈസ ഇവിടെ ഡെഡായിട്ട് കിടക്കും. റീഫണ്ട് ചെയ്ത് ക്ലെയിം ചെയ്ത് കിട്ടൂല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ന് പറയും, അത് നിങ്ങൾ അടുത്ത മാസം അടയ്ക്കാനുള്ളപ്പോൾ ഇതിൽ നിന്ന് എടുത്തോ എന്ന് പറയും. എന്നല്ലാതെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ലിക്വിഡ് ആയിട്ടുള്ളൊരു മണിയായിട്ട് നമുക്കതിനെ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി ഓരോ തിയറീസ് പറഞ്ഞുതരാം. ഓക്കെ, സോ ഹിയർ എമൗണ്ട് അവൈലബിൾ അണ്ടർ വൺ മേജർ ഹെഡ്, SGST, UTGST, സെസ്, IGST, സെസ് എന്ന് പറഞ്ഞ മേജർ ഹെഡിലുള്ള പൈസ cannot be utilized for discharging liability under any other major head. ഒരു മേജർ ഹെഡിലെ പൈസ മറ്റൊരു മേജർ ഹെഡിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എമൗണ്ട് അവൈലബിൾ ഇൻ SGST or UTGST. SGST, UTGSTയിൽ ഒരുപാട് പൈസ ഉണ്ട്, 20,000 രൂപ പൈസയുണ്ട്. ഓക്കെ, പക്ഷേ CGSTയിൽ IGST, സെസ് ഒക്കെ നമ്മൾ അടയ്ക്കാനുള്ളത് 30,000 40,000 ഒക്കെ പൈസ അടയ്ക്കാനുണ്ട്. അതിൽ പൈസ ഇല്ല. അപ്പം നമുക്ക് SGSTയിൽ നിന്ന് UTGSTയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. പൈസ എടുക്കണം, ഇതിൽ പൈസ അടയ്ക്കുക. CGST പൈസ അടക്കണമെങ്കിൽ അതിലേക്ക് തന്നെ പൈസ നിക്ഷേപിക്കണം. IGSTക്ക് IGST, സെസ്സിന് സെസ്, അതാത് ഹെഡിലേക്ക് കൃത്യമായിട്ട് പൈസ നിക്ഷേപിക്കുക. വേറെ ഹെഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദെൻ ഇതാണ് ഹെഡ് വൈസ്. For example, liability for the tax under SGST or UTGST can be settled only from the available amount of cash under SGST, UTGST major head. SGST, UTGSTയുടെ വിനിയോഗം നമ്മൾ SGST, UTGST മേജർ ഹെഡ് തന്നെയായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, an amount of INR 1000 is available under minor head tax of major head SGST, UTGST. SGST, UTGST എന്ന് പറയുന്ന മേജർ ഹെഡിലെ മൈനർ ഹെഡായിട്ടുള്ള ടാക്സ് എന്ന് പറയുന്ന ഒരു മൈനർ ഹെഡ് ഉണ്ട്. അതിൽ എത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്? 1000 രൂപ നമ്മൾ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ടാക്സ് പെയർ ഹാസ് ദ ലയബിലിറ്റി ഓഫ് INR 200. 200 രൂപ എന്ത് ചെയ്യണം? എനിക്ക് അടയ്ക്കാനുണ്ട്. എൻ്റെ SGST, UTGST എന്ന് പറയുന്ന മേജർ ഹെഡിലെ മൈനർ ഹെഡായിട്ടുള്ള ടാക്സിൽ 1000 രൂപ നിക്ഷേപിച്ച് അവിടെ പൈസ കിടപ്പുണ്ട്. എനിക്ക് പൈസ അടയ്ക്കാനുണ്ട്. ഏതാ പൈസ അടയ്ക്കാനുള്ളത്? ഫോർ ദ മൈനർ ഹെഡ് ഇൻട്രസ്റ്റ്. അതായത് SGST, UTGSTയുടെ തന്നെ മൈനർ ഹെഡായിട്ടുള്ള ടാക്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഹെഡുകളുണ്ടാവും.
അതിൽ ടാക്സിലാണ് 1000 കിടക്കുന്നത്. പക്ഷേ എനിക്ക് പൈസ അടയ്ക്കാനുള്ള ഏതാ? ഇൻട്രസ്റ്റ് ആണ് അടയ്ക്കാനുള്ളത്. ഇൻട്രസ്റ്റ് എത്ര അടയ്ക്കാനുള്ളത്? 200 രൂപ അടയ്ക്കാനുണ്ട് അണ്ടർ ദ സെയിം മേജർ ഹെഡ് GST or UT GST. അപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ നമ്മളുടെ കേസിൽ ഈ എക്സാമ്പിളിൽ നോക്കുക. ഇവിടെ SGST or UT GST എന്ന് പറയുന്ന മേജർ ഹെഡിലെ ടാക്സ് എന്ന് പറയുന്ന ഹെഡ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ടാക്സിൽ SGST or UT GST 1000 രൂപ എന്താണ്? അവൈലബിൾ ആണ്. സോ ഇവിടെ ടാക്സിൽ എത്രയുണ്ട്? 1000 രൂപ അവൈലബിൾ ആണ്. വേറെ ഒന്നിലും ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീസ്, അതേഴ്സ് ഇതിലൊന്നും എൻ്റെ ഒരു പൈസയില്ല. പക്ഷെ എനിക്ക് പൈസ അടയ്ക്കണം. എത്ര അടയ്ക്കാനുള്ളത്? എത്രയാണ്? INR 200 ഫോർ ദ മൈനർ ഹെഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ആണ് എനിക്ക് അടയ്ക്കാനുള്ളത്. സോ ഇൻട്രസ്റ്റ് എനിക്ക് അടയ്ക്കാനുണ്ട്. എത്ര അടയ്ക്കാനുള്ളത്? 200 രൂപ അടയ്ക്കാനുണ്ട്. സോ ഇവിടെ പൈസ ഉണ്ടോ? ഇൻട്രസ്റ്റ് ഹെഡിൽ പൈസ ഇല്ല. അപ്പോൾ ഈ ടാക്സിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇൻട്രസ്റ്റ് അടയ്ക്കണമെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? വേറൊരു 200 രൂപ നിക്ഷേപിക്കണം. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്നും എടുക്കാൻ പറ്റില്ല, ഇവിടെ നിന്നും എടുക്കാൻ പറ്റില്ല, ഇവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. ഇത് വിനിയോഗിക്കണമെങ്കിൽ ഇതിലേക്ക് തന്നെ എന്ത് ചെയ്യണം? പണം നിക്ഷേപിക്കണം. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഹിയർ ഇവിടെ നമ്മൾ കിടക്കുന്ന പൈസ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ സിൻസ് ദർ ഇസ് നോ എമൗണ്ട് അവൈലബിൾ അണ്ടർ മൈനർ ഹെഡ് ഇൻട്രസ്റ്റ് അണ്ടർ മേജർ ഹെഡ് SGST or UT GST, therefore ഇൻട്രസ്റ്റ് പേയ്മെന്റ് cannot be made from the amount available under the tax of the same major head. മേജർ ഹെഡിലെ മറ്റ് മൈനർ ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇന്റർ ഹെഡ് സെറ്റ് ഓഫോ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫോ ഒന്നും പറ്റില്ല. അതാത് ഹെഡ് മാത്രമായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദെൻ can we claim refund of the excess amount available in the electronic cash ledger? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നോ ദ എമൗണ്ട് മേ കണ്ടിന്യൂ ടു റിമെയിൻ ദ ക്യാഷ് ലെഡ്ജർ ആൻഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. ഈ മാസം പൈസ കിടപ്പുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റീഫണ്ട് കിട്ടില്ല. അടുത്ത മാസം നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അടുത്ത മാസത്തെ പേയ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നല്ലാതെ അത് നമുക്ക് ഇങ്ങോട്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദെൻ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ ആണ് അടുത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. എന്താണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ? ദ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം GST PMT01. ഇത് പഠിച്ചിരിക്കുക കേട്ടോ. ഫോം GST PMT01 മെയിൻറ്റെയിൻ ചെയ്യുന്നത്. For each person liable to pay tax, interest, penalty, late fee or any other amount of the common portal and all amount payable by him shall be debited in said register. ഇത് വേറൊന്നുമില്ല. നമ്മൾ GSTയുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ട്? ടാക്സ് കൊടുക്കാനുണ്ടോ? റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ബാധ്യതകൾ സർക്കാരുമായി ബന്ധപ്പെട്ട് GSTയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും എവിടെ കിടക്കും? ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കും. നമ്മൾ അങ്ങോട്ട് ഒരു ഫയൽ കൊടുക്കാനുണ്ട്, അങ്ങോട്ട് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കാനുണ്ട്, ടാക്സ് കൊടുക്കാനുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്, പെനാൽറ്റി കൊടുക്കാനുണ്ട്. ഇതെല്ലാം നമ്മളുടെ ലയബിലിറ്റി അല്ലേ? ഓക്കെ, അപ്പം മോണിറ്ററിയും നോൺ മോണിറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മളുടെ ബാധ്യതകളെല്ലാം എവിടെ വന്ന് കിടക്കും? ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ്. നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിലേസോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ താങ്കൾ അത് അടച്ചിട്ടില്ല, താങ്കൾ ഇത് ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്ന എല്ലാ രേഖകളും എവിടെ വന്നാണ് കിടക്കുന്നത്? ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലാണ് വന്ന് കിടക്കുന്നത്. ഇത് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് നമ്മളല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, GSTയുടെ അതോറിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അത് അവർ ഓഫീസർമാരിരുന്നല്ല കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. അപ്പോൾ കഴിഞ്ഞ മാസത്തെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് നോക്കാൻ എന്തിൽ നോക്കിയാൽ മതി? എൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതിലെ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിന് 2 പാർട്ടാണുള്ളത്. ദ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ വിൽ ബി മെയിൻറ്റെയിൻ ഇൻ 2 പാർട്സ് ഇൻ ദ കോമൺ പോർട്ടൽ. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. Will be for maintaining the return related liability, all liability accruing the due to return and payment. അതായത് റിട്ടേൺ റിലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ എന്ന് വെച്ചാൽ GSTR 1 സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്, GSTR 2 സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 3 സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്. അങ്ങനെ പല പല റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഏതിലാണ് വരുന്നത്? പാർട്ട് 1 വരുന്നത്. റിട്ടേൺ റിലേറ്റഡ് ലയബിലിറ്റീസ് എല്ലാം ഏതിലാണ് വരുന്നത്? പാർട്ട് 1 കാണിക്കും. താങ്കൾ GSTR 1 സബ്മിറ്റ് ചെയ്തിട്ടില്ല, GSTR 2 സബ്മിറ്റ് ചെയ്തിട്ടില്ല, GSTR 2 വെരിഫൈ ചെയ്തിട്ടില്ല, GSTR 3 സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഈ വിവരങ്ങളെല്ലാം നമ്മളുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ പാർട്ട് 1 കാണിക്കാം. സോ all liabilities accruing due to return and payment made against the same will be recorded in the part of the register. Liability due to opting for composition and cancellation of registration also covered in this part. നമ്മുടെ ലയബിലിറ്റീസ് ഓപ്റ്റിംഗ് കോമ്പോസിഷനും എൻ്റെ രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഏതിലാണ് വരുന്നത്? പാർട്ട് 1 വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 ഇതാണ്.
Then part 2 ആണ് ഇവിടെ പറയാൻ പോകുന്നത്. പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 2 ആണ്. Part 2 will be for maintaining the complete description of the transaction of all liabilities accruing other than return related liability. അപ്പോൾ return related liability part 1-ലാണ്. റിട്ടേൺ റിലേറ്റഡ് ലൈബിലിറ്റി അല്ലാത്ത വേറെ എന്തെങ്കിലും ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ഇത് കാണിക്കും, പാർട്ട് 2-ൽ കാണിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പാർട്ട് 2-ൽ കാണിക്കുന്ന ലൈബിലിറ്റീസ് നോക്കാം. Such other liabilities may include the following: liabilities due to appeal, rectification, revision, review, etc. അതായത് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ കൂടുതൽ ടാക്സ് എന്നെ കൊണ്ട് അവർ അടപ്പിച്ചു, പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ലൈബിലിറ്റീസ് എല്ലാം ഇതിലുണ്ടാവും, എൻ്റെ ഇലക്ട്രോണിക് ലൈബിലിറ്റി രജിസ്റ്ററിലുണ്ടാവും. റെക്ടിഫിക്കേഷൻ, എന്തെങ്കിലും കറക്ഷനോ റിവിഷനോ റിവ്യൂസോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവുക ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലുണ്ടാവുക. അതുപോലെ തന്നെ എനിക്ക് റീഫണ്ട് കിട്ടാനുണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലുണ്ടാവും. പേയ്മെൻറ്റ് മെയ്ഡ് അഗെയിൻസ്റ്റ് ഷോ കോസ് നോട്ടീസ്, എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ട്, ഇതൊക്കെ ഇതിലാണ് വരിക, ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലാണ് വരിക. ഓക്കെ, സോ എനിവേ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും പഠിച്ചു, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ പഠിച്ചു. ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ 2 പാർട്ട് ഉണ്ട്, പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 എന്ന് റിട്ടേൺ റിലേറ്റഡ് ലയബിലിറ്റി, പാർട്ട് 2 എന്ന് വെച്ചാൽ അതർ ദാൻ റിട്ടേൺ റിലേറ്റഡ് ലയബിലിറ്റി ആണ്. സോ എനിവേ നമ്മൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണുക. നമ്മൾ HSST കൊമേഴ്സിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷാ തീയതി ഉടനെ തന്നെ ഉണ്ടാവും. നമ്മളൊരു 90 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുക റെക്കോർഡ് ക്ലാസ്സുകൾ, മോഡൽ എക്സാം, മോക്ക് എക്സാം, PDF മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽ അടക്കമുള്ള ഒരു പാക്കേജാണിത്. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എക്സാമിനോടനുബന്ധിച്ചുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സൂം പ്ലാറ്റ്ഫോം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്. കൊമേഴ്സിൽ HSST കൊമേഴ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ പേപ്പറും ഉണ്ട്. സോ ന്യൂ ബാച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ എനിവേ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു MCQ ഡിസ്കഷനിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ യൂസ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെക്കോർഡിംഗ് ലയബിലിറ്റീസ് ഓഫ് GST, റെക്കോർഡിംഗ് ഡെയിലി ക്യാഷ് ട്രാൻസാക്ഷൻ, ഡെയിലി ട്രാൻസാക്ഷൻ ആണോ? അല്ല. റെക്കോർഡിംഗ് ദ ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ ടാക്സ് പെയർ ഓഫ് GST, റെക്കോർഡിംഗ് ടാക്സ് റിട്ടേൺ. എന്തിനാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ യൂസ് ചെയ്യുന്നത്? ആൻസർ സി ആണ്, റെക്കോർഡിംഗ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ ടാക്സ് പേയേഴ്സ് ഫോർ GST. Okay, so explanation: the electronic cash ledger contains a summary of all deposit or payment made by the taxpayer. Taxpayer അടയ്ക്കുന്ന പേയ്മെന്റിന്റെ സമ്മറി ആണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് മേജർ ഹെഡ് ആർ ഡിസ്പ്ലേഡ് ഇൻ ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ മേജർ ഹെഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. 4 മേജർ ഹെഡ് ഉള്ളതെന്ന് അറിയാം. ഏതൊക്കെയാണ്? IGST ഉണ്ട്, CGST ഉണ്ട്, SGST ഉണ്ട്, സെസ് ഉണ്ട്. കറക്റ്റ് ആണ്. ഇൻകം ടാക്സ്, CGST, SGST, VAT ആണോ? ഇല്ല. GST, VAT, സെസ്, IGST, VAT ഉണ്ടോ? ഇല്ല. IGST, സെസ്, ഇൻകം ടാക്സ്, പെനാൽറ്റി ഉണ്ടോ? ഇല്ല. ഓക്കെ, മേജർ ഹെഡ് ഏതൊക്കെയാണ്? IGST, CGST, SGST, സെസ്, അല്ലെങ്കിൽ SGST അല്ലെങ്കിൽ UTGST. സോ റൈറ്റ് ആൻസർ ഏതാണ്? A ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അത് ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്യാൻ ക്യാഷ് അവൈലബിൾ അണ്ടർ വൺ മേജർ ഹെഡ് ഇൻ ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ബി യൂട്ടിലൈസ്ഡ് ഫോർ അനദർ മേജർ ഹെഡ്? ഒരു മേജർ ഹെഡിലെ പൈസ ഉപയോഗിച്ച് മറ്റൊരു മേജർ ഹെഡിലെ പൈസ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സിമ്പിൾ ആൻസർ ആണ്. യെസ്, നോ, യെസ്, ബട്ട് ഓൺലി പാർഷ്യലി, ഓൺലി ഫോർ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. നോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരിക്കലും മറ്റുള്ള ഹെഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ നോ ആണ്. ക്യാഷ് അവൈലബിൾ ഇൻ വൺ മേജർ ഹെഡ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ചാർജിങ് ലയബിലിറ്റീസ് അണ്ടർ എനി അതർ മേജർ ഹെഡ്. ഓക്കെ, the next question: what mode can be used for deposits below 10,000? 10,000 രൂപയെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? പൈസ നിക്ഷേപിക്കാനുണ്ട്. അതെങ്ങനെ നിക്ഷേപിക്കാൻ പറ്റുക? ഓൺലൈൻ മോഡ് ഓൺലി, ഓൺലൈൻ വഴി മാത്രമാണ് പറ്റുള്ളൂ? ഇല്ല. ഓഫ്ലൈൻ മോഡ് ഓൺലി, ഓഫ്ലൈൻ മാത്രമാണ് പറ്റുള്ളൂ? ഇല്ല. ഓൺലൈൻ ഓർ ഓഫ്ലൈൻ മോഡ്. 10,000 രൂപയെ താഴെയാണെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പൈസ നിക്ഷേപിക്കാം റെക്കഗ്നൈസ്ഡ് ബാങ്കിൽ. 10,000 രൂപക്ക് മുകളിലാണെങ്കിൽ ഓൺലൈൻ മാത്രമാണ് പറ്റുള്ളൂ. സോ അത് റൈറ്റ് ആൻസർ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ കറക്റ്റ് ആൻസർ അവിടെ പറഞ്ഞു. സോ എനിവേ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.